ISL ഈ സീസണിലെ 11ാമത്തെ മത്സരത്തിനാണ് കേരള ബ്ലാസ്റ്റേഴ്സ് നാളെ ഇറങ്ങുന്നത്. കേരള ബ്ലാസ്റ്റേഴ്സ് നാളെ ഒഡീഷയാണ് നേരിടുന്നത്. നമുക്കറിയാം ഈ സീസണിലെ പ്രധാനപ്പെട്ട മത്സരങ്ങളിലെല്ലാം തന്നെ പരാജയമായിരുന്നു കേരള ബ്ലാസ്റ്റേഴ്സിനെ നേരിടേണ്ടി വന്നത്. മത്സരങ്ങളിലെ നിരന്തരമായ പരാജയം മാത്രമായിരുന്നില്ല കേരള ബ്ലാസ്റ്റേഴ്സിനെ ഈ സീസണിൽ ഏറ്റവും അധികം ബാധിച്ചത്. GCDയുമായുള്ള പലതരത്തിലുള്ള തർക്കങ്ങളും ടീമിനെ വലിയ തോതിൽ തന്നെ ബാധിച്ചിരുന്നു. കാരണം വാടക കരാറുമായി ബന്ധപ്പെട്ട തർക്കങ്ങൾ പിന്നീട് സ്റ്റേഡിയത്തിൽ നിന്നും ഒരു ഘട്ടത്തിൽ ടീമിനെയും ടീം മെമ്പർമാരെ അടക്കം ടീം ഭാരവാഹികളെ അടക്കം ഇറക്കി വിടുന്ന അടക്കമുള്ള സാഹചര്യങ്ങൾ ഒരു സമയത്ത് ഉണ്ടായിരുന്നു. പിന്നീട് ഈ വാടക സംബന്ധിച്ച ചില അനിശ്ചിതത്വങ്ങളും ഉണ്ടായിരുന്നു. പിന്നീട് വിവിധ മന്ത്രി പി രാജീവ് ഉൾപ്പെടെയുള്ളവർ നടത്തിയ ചർച്ചകളെ തുടർന്നാണ് വീണ്ടും മത്സരങ്ങൾ സ്റ്റേഡിയത്തിൽ വീണ്ടും പുനരാരംഭിച്ചതും മറ്റും. ഏതായാലും നാളെ 11ാമത്തെ മത്സരത്തിനാണ് കേരള ബ്ലാസ്റ്റേഴ്സ് ഇറങ്ങുന്നത്. ഈ സീസണിലെ ആകെ മത്സരങ്ങൾ നമുക്കൊന്ന് പരിശോധിച്ച് കഴിഞ്ഞാൽ ആകെ ഇതുവരെ 10 മത്സരങ്ങളിലാണ് കേരള ബ്ലാസ്റ്റേഴ്സ് ആകെ ഈ സീസണിൽ ഇറങ്ങിയിട്ടുള്ളത്. ഈ 10 മത്സരങ്ങളിൽ ഇറങ്ങിയപ്പോൾ 6 മത്സരങ്ങളിലും പരാജയം തന്നെയാണ് കേരള ബ്ലാസ്റ്റേഴ്സിനെ നേരിടേണ്ടി വന്നത്. അതിൽ തന്നെ ആദ്യ 4 മത്സരങ്ങളിൽ തുടർച്ചയായ പരാജയമാണ് കേരള ബ്ലാസ്റ്റേഴ്സിന് നേരിടേണ്ടി വന്നത്. കൊച്ചി എന്ന അവരുടെ ഹോം ഗ്രൗണ്ടിൽ നടന്ന മത്സരങ്ങളിൽ കേവലം ഒരു മത്സരത്തിൽ മാത്രമാണ് കേരള ബ്ലാസ്റ്റേഴ്സിന് വിജയിക്കാൻ കഴിഞ്ഞത്. അത് കഴിഞ്ഞ തവണ നടന്ന മത്സരത്തിലാണ്. ബാക്കി എല്ലാ മത്സരങ്ങളിലും കേരള ബ്ലാസ്റ്റേഴ്സിന് പരാജയമാണ് ഹോം ഗ്രൗണ്ടായ കൊച്ചിയിലുണ്ടായത്. ആകെ 2 മത്സരങ്ങളിൽ മാത്രമാണ് കേരള ബ്ലാസ്റ്റേഴ്സിന് വിജയിക്കുവാൻ കഴിഞ്ഞത്. 2 മത്സരങ്ങളിൽ കേരള ബ്ലാസ്റ്റേഴ്സ് സമനിലയിലെത്തുകയും ചെയ്തു. ബാക്കിയുള്ള 6 മത്സരങ്ങളിലും കേരള ബ്ലാസ്റ്റേഴ്സിന് പരാജയം തന്നെയാണ് നേരിടേണ്ടി വന്നത്. നാളെ വൈകുന്നേരം 7:30 നടക്കുന്ന മത്സരത്തിൽ ഒഡീഷയാണ് കേരള ബ്ലാസ്റ്റേഴ്സ് നേരിടുന്നത്. ഒഡീഷയെ സംബന്ധിച്ച് പോയിൻ്റ് നിലയിൽ കേരള ബ്ലാസ്റ്റേഴ്സിനേക്കാൾ താഴെയാണ് ഒഡീഷയുള്ളത്. 13ാം സ്ഥാനത്താണ് ഒഡീഷയുള്ളത്. പോയിൻ്റ് നിലയിൽ 11ാം സ്ഥാനത്താണ് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ സ്ഥാനം. അതായത് പോയിൻ്റ് നിലയിൽ കേരള ബ്ലാസ്റ്റേഴ്സ് വളരെ താഴെയാണ്. അതിനേക്കാൾ താഴെയാണ് ഒഡീഷയ്ക്കുള്ള സ്ഥാനം. ആകെ 14 ടീമുകളാണ് ISLൽ മാറ്റുരയ്ക്കുന്നത്. അതിൽ 13ാം സ്ഥാനത്താണ് ഈ നേരത്തെ ഞാൻ സൂചിപ്പിച്ച ഒഡീഷയുള്ളത്. കേരള ബ്ലാസ്റ്റേഴ്സ് ആകട്ടെ നിലവിലുള്ളത് 11ാം സ്ഥാനത്താണ്. വരുന്ന മത്സരങ്ങൾ കേരള ബ്ലാസ്റ്റേഴ്സിനെ സംബന്ധിച്ച് വളരെയധികം നിർണായകമാണ്. ആ നിലയിൽ പരിശോധിക്കുമ്പോൾ നാളത്തെ ഒഡീഷ കേരള ബ്ലാസ്റ്റേഴ്സ് മത്സരത്തെ വലിയ പ്രതീക്ഷയോടെയാണ് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ആരാധകർ കാത്തിരുന്നു കാണുന്നത്. അപ്പോഴും എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം, സാധാരണ നിലയിൽ മഞ്ഞപ്പട എന്ന കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഫാൻസ് കഴിഞ്ഞ കുറേ മത്സരങ്ങളായി കേരള ബ്ലാസ്റ്റേഴ്സ് മാനേജ്മെൻറ്റുമായിട്ടുള്ള തർക്കങ്ങളെ തുടർന്ന് ചില പ്രശ്നങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെ അവർ സഹകരിക്കാത്തൊരു സാഹചര്യമാണ്. അപ്പോഴും കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ആരാധകർ സ്റ്റേഡിയത്തിലേക്ക് എത്തി ടീമിന് പിന്തുണ നൽകുന്നൊരു പ്രതീക്ഷയാണ് കേരള ബ്ലാസ്റ്റേഴ്സ് ടീം മാനേജ്മെൻറ്റിനും പ്ലെയേഴ്സിനുമൊക്കെ ഉള്ളത്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.